ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് വില്ലൻ ആൻഡ് യു ആർ വാച്ചിങ് വില്ലൻസ് ഇന്റലിജൻസ് പ്രോഗ്രാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കറണ്ട് അഫയേഴ്സ് 2025 അവസാനത്തിലും 2026 ആദ്യത്തിലും ചോദിച്ചിട്ടുള്ള ചോദ്യപേപ്പറുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത കുറച്ച് കറണ്ട് അഫയർ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ഫാക്റ്റുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾ തീർച്ചയായും കാണുക. ഇപ്പോൾ വരാനിരിക്കുന്ന എല്ലാ എക്സാമുകൾക്കും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഇതിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് അടക്കം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ തീർച്ചയായും നിങ്ങളുടെ റാങ്ക് ഉയർത്താൻ ഈ ക്ലാസ് നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഒരുപാട് വീഡിയോകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാ നോക്കിയേ. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ആരാണ്? ആരാണ്? ഇന്ത്യയാണ് അല്ലേ. ഓപ്ഷൻ എ ഇന്ത്യയാണ്. ഇനി അതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്റ്റുകൾ നോക്കാലോ. ഇതാ നോക്കിയാൽ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. 17ാമത്തെ ഏഷ്യ കപ്പാണ്. അപ്പോൾ 2025 നടന്നത് 17ാമത്തെ ഏഷ്യ കപ്പാണ്. ആരായിരുന്നു വിജയിച്ചത്? ഇന്ത്യയാണ് വിജയിച്ചത്. ഈ 2025 17ാമത് ഏഷ്യ കപ്പ് ഇന്ത്യയുടെ 9ാമത്തെ വിജയമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ത്യ ടോട്ടൽ 9 തവണ വിജയിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഏഷ്യ കപ്പ് കിട്ടിയതും ആർക്കാണ്? ഇന്ത്യക്കാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏഷ്യ കപ്പ് കിരീടം നേടിയതും ആര് തന്നെയാണ്? നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ഫൈനലിൽ പാകിസ്ഥാനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. അപ്പോൾ എത്ര വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്? പാകിസ്ഥാൻ ആയിരുന്നു എതിരാളികൾ. പാകിസ്ഥാനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 17ാമത്തെ ഏഷ്യ കപ്പ് സ്വന്തമാക്കിയത്. ഓക്കെ, എവിടെയായിരുന്നു വേദി? UAE ആയിരുന്നു കേട്ടോ. UAE ആയിരുന്നു. UAE. 16ാമത്തെ 2023 വിജയി ആരായിരുന്നു? അതും ഇന്ത്യ തന്നെയായിരുന്നു. 2023 16ാമത്തെ ഏഷ്യ കപ്പ് വിജയി ആര് തന്നെയാണ്? ഇന്ത്യയാണ്. ആദ്യത്തെ വിജയ് ആദ്യമായിട്ട് ഏഷ്യ കപ്പ് വിജയിച്ചതും ആര് തന്നെയാണ്? അതും ഇന്ത്യയാണ്. 1984 ഏഷ്യ കപ്പ് ആരാണ് ജയിച്ചത്? ഇന്ത്യയാണ്. നോക്കിക്കേ, 18ാമത്തെ ഏഷ്യ കപ്പ് വേദി കേട്ടോ. ഇത് അടുത്ത ചോദ്യമായിട്ട് വരാം. 2027 നടക്കാൻ പോകുന്ന 18ാമത്തെ ഏഷ്യ കപ്പിന്റെ വേദി എവിടെയാണ്? അത് സൗദി അറേബ്യയാണ്. ഓക്കെ, അതങ്ങനെ പഠിച്ചു വെച്ചേ. 18ാമത്തെ ഏഷ്യ കപ്പിന്റെ വേദി 2027 നടക്കാൻ പോകുന്ന 18ാമത് ഏഷ്യ കപ്പിന്റെ വേദി സൗദി അറേബ്യ. ക്ലിയർ ആയല്ലോ. 17ാമത്തെ ഏഷ്യ കപ്പ്, അതായത് 2025 ഏഷ്യ കപ്പ് വിജയിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യ ആകെ 9 തവണ വിജയിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഏഷ്യ കപ്പ് നേടിയത് ഇന്ത്യയാണ്. 2025 പാകിസ്ഥാനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 17ാമത്തെ ഏഷ്യ കപ്പ് നേടിയത്. എവിടെ വെച്ചായിരുന്നു മത്സരം? UAE വെച്ചായിരുന്നു. അവിടെയായിരുന്നു വേദി. 2016 16ാമത് 2023 വിജയി ആര് തന്നെയാണ്? ഇന്ത്യയാണ്. ആദ്യത്തെ വിജയിമാര് തന്നെയാണ് ഇന്ത്യയാണ്. 1984 ആദ്യത്തെ ഏഷ്യ കപ്പ് വിജയിമാര് തന്നെയാണ് ഇന്ത്യയാണ്. ഇനി 18ാമത്തെ ഏഷ്യ കപ്പ് വേദി എവിടെയാണ്? 2027 സൗദി അറേബ്യ. ക്ലിയർ ആയല്ലോ. ആ ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആയി. അതുമായി റിലേറ്റ് ചെയ്ത എല്ലാ ഫാക്റ്റുകളും നിങ്ങൾ പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയാൽ രണ്ടാമത്തെ ചോദ്യമാണ്. ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ഓക്കെ, അപ്പൊ സമാധാനത്തിനുള്ള നോബലാണ് ചോദിച്ചതെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. മറിയ കൊറീനയാണ് കേട്ടോ. മറിയ കൊറീന. അപ്പൊ ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ മറിയ കൊറീനയാണ്. നോക്കാലോ. ഇതാ നോക്കിയേ. 2025 സമാധാന നോബൽ മറിയ കൊറീന മച്ചഡോയ്ക്കാണ് കേട്ടോ. മറിയ കൊറീന മച്ചഡോ. കണ്ടോ, ഇതാ പേര്, മറിയ കൊറീന മച്ചഡോ. വെനസ്വലയിലെ പ്രതിപക്ഷ നേതാവും മനുഷ്യാവകാശ പ്രവർത്തകയുമാണ് ആര്? മറിയ കൊറീന. മറിയ കൊറീന ആരാണ്? വെനസ്വലയുടെ പ്രതിപക്ഷ നേതാവും മനുഷ്യാവകാശ പ്രവർത്തകയും. വെനസ്വലയിൽ ജനാധിപത്യ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ സമാധാനപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും നടത്തിയ അശ്രാന്ത പരിശ്രമങ്ങൾ പരിഗണിച്ചാണ് ഈ ബഹുമതി നൽകിയത്. അപ്പൊ എന്തിനാണ് ബഹുമതി നൽകിയത്? വെനസ്വലയിലെ ജനാധിപത്യ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും സ്വച്ഛാധിപത്യ ഭരണത്തിനെതിരെ സമാധാനപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും നടത്തിയ അശ്രാന്ത പരിശ്രമങ്ങൾ പരിഗണിച്ചാണ് ഈ ബഹുമതി നൽകിയത്. ഓക്കെ, വെനസ്വലയിലെ ഇരുമ്പ് വനിത, അയൺ ലേഡി ഓഫ് വെനസ്വല എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ മറിയ കൊറീന മച്ചഡോയാണ് കേട്ടോ. എന്താണ്? വെനസ്വലയിലെ ഇരുമ്പ് വനിത, അയൺ ലേഡി ഓഫ് വെനസ്വല എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതേ മറിയ കൊറീനയാണ്. ഒക്ടോബർ 10 നോർവീജിയൻ നോബൽ കമ്മിറ്റി ഈ പ്രഖ്യാപനം നടത്തിയത്. അപ്പൊ എന്നാണ്? ഒക്ടോബർ 10 കേട്ടോ. 2025 ഒക്ടോബർ 10 നോർവീജിയൻ നോബൽ കമ്മിറ്റി ഈ പ്രഖ്യാപനം നടത്തിയത്.
എടാ മക്കളെ, നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് നോബൽ പ്രൈസിന് കൂടുതൽ വിശദീകരിച്ച ക്ലാസ് അല്ല, നിങ്ങൾക്ക് വ്യക്തമായിട്ട് മലയാളത്തിൽ എഴുതിയിട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2025 നോബൽ പ്രൈസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം. നോബൽ പ്രൈസ് 2025 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് നമുക്കുണ്ട്. അതിൽ വളരെ കുറഞ്ഞ നമ്പറുകളായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഷോർട്സ് കാണാൻ പറ്റും. വളരെ 6 സെക്കൻഡ് ഷോർട്സേ ഉള്ളൂ. ഞാൻ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് വായിച്ച് നോക്കി പഠിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിലും പേര് കൊടുത്തിട്ടുണ്ട്, മലയാളത്തിലും കൊടുത്തിട്ടുണ്ടാവും, അവരുടെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്, അവരുമായി ബന്ധപ്പെട്ട പോയിന്റുകളും അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് വായിച്ചു വയ്ക്കാൻ ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസിന്റെ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു 10 ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ. അതിന് ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൊബൈൽ ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞു. 3 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നോബൽ പ്രൈസ് എന്ന് മാത്രം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യാം. അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിന്റെ എക്സാമിന്റെ ലേഡീസിന്റെ ഇപ്പം നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ, വുമൻസിന്റെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കാം. 3 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നൊബേൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് നോക്കി എഴുതി വെക്കാവുന്ന പോയിന്റുകളാണ്. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയ സമയമൊന്നും നിങ്ങൾക്ക് നഷ്ടമാവുന്നില്ല. അത് കാണുക, എഴുതി വെക്കുക കേട്ടോ. പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, സിമ്പിളായിട്ട് ചെയ്യാം. അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. അടുത്ത ചോദ്യം നോക്കിക്കേ, ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ലേറ്റസ്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ആ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ലേറ്റസ്റ്റ് ചോദ്യമാണ്. ആരാണ് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി? അത് CP രാധാകൃഷ്ണനാണ് കേട്ടോ. CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. ഓപ്ഷൻ സി, CP രാധാകൃഷ്ണൻ. നോക്കാലോ CP രാധാകൃഷ്ണനെ കുറിച്ച്. CP രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫുൾ നെയിം പഠിച്ചു വെക്കുക. ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്നാണ് കേട്ടോ. ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ. എത്ര പേർക്ക് അറിയാം? എത്ര പേർക്ക് അറിയാമെന്ന് പറഞ്ഞേ. CP രാധാകൃഷ്ണൻ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. പക്ഷേ ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്നറിയോ? ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ, നിങ്ങൾക്ക് ഓപ്ഷൻ കിടക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് തന്നെയാണ് CP രാധാകൃഷ്ണൻ എന്ന്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? 15ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. 15ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. അധികാരത്തിൽ വന്നത് 2025 സെപ്റ്റംബർ 12 കേട്ടോ. അധികാരത്തിൽ വന്ന എപ്പോഴാണ്? 2025 സെപ്റ്റംബർ 12. രാഷ്ട്രപതി ആകുന്നതിന് മുമ്പ്, അതായത് ഉപരാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് ജാർഖണ്ഡ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ ഗവർണറായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഉപരാഷ്ട്രപതി ആവുന്നതിന് മുമ്പ് എന്തായിരുന്നു? ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും ഗവർണറായിരുന്നു. ഇനി നമ്മുടെ ഓപ്ഷനിൽ വേറൊരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ, ജഗദീപ് ധൻകർ. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകൾ നമ്മൾ പഠിക്കണം. ജഗദീപ് ധൻകർ എന്താണ് പ്രത്യേകത? 14ാമത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തിയായിരുന്നു ജഗദീപ് ധൻകർ. 2025 ജൂലൈയിൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. അപ്പോൾ എന്താണ് കാരണം? 2025 ജൂലൈയിൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ കേട്ടോ. അദ്ദേഹത്തിന് ഏകദേശം 74 വയസ്സൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ കണക്ക്. 72 or 74 വയസ്സൊക്കെ ഉണ്ട്. 2025 ജൂലൈയിലാണ് അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് രാജിവെച്ചത്. ജഗദീപ് ധൻകർ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുച്ഛേദം 67A ആണ് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചോദ്യം ചോദിക്കാം. വളരെ റീസെൻ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ആർട്ടിക്കിളാണ് അനുച്ഛേദം 67A. ഇത് പ്രകാരമാണ് ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻകർ രാജിവെച്ചത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് അനുച്ഛേദം 67A? അതുകൂടെ പഠിച്ചു വെക്കണേ. ഇതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ, തീർച്ചയായും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്കത് പ്രതീക്ഷിക്കാം. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേ. ആയല്ലോ? ഇപ്പോൾ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആയി. 3 ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്റ്റ് ഞാൻ പറഞ്ഞു. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നിങ്ങൾ നോട്ടാക്കി വെച്ച് തന്നെ പഠിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത്. അപ്പോൾ എന്താണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം? മികച്ച മലയാള സിനിമ. മികച്ച മലയാള സിനിമ ഏതാണ്? ഉള്ളൊഴുക്കാണ് കേട്ടോ. ഉള്ളൊഴുക്ക്. ഒരുപാട് പേർക്ക് ഡൗട്ട് വരും, കാരണം ഇതിലുള്ള പേരുകളെല്ലാം ഫെമിലിയർ ആണ് അല്ലേ. കാതൽ ദഗോറിന്റെ പ്രത്യേകത എന്താണ്? 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ് കേട്ടോ. അതല്ല, ഉള്ളൊഴുക്കാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച മലയാള സിനിമ. അപ്പോൾ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനെ കുറിച്ച് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 4 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോ. നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഇത് വന്ന സമയത്ത് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ 71ാമത് ചലച്ചിത്ര പുരസ്കാരം വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ വേർഡുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കിയ PDF ആണ്. അപ്പോൾ അതിലുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാനിവിടെ പറയാം. നോക്കിയേ. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ 2023 കേട്ടോ. എന്തുകൊണ്ട് ഞാനിവിടെ 2023 കൊണ്ടു? ഇനി ഇത് കണ്ടിട്ട് എല്ലാവരും വന്ന് സാർ 2023 അല്ലല്ലോ 25 അല്ലേ എന്ന് ചോദിക്കരുത്. തീർച്ചയായും എന്താണ്, ഈ 71ാമത് ദേശീയ പുരസ്കാരങ്ങൾക്ക് പരിഗണിച്ചിരിക്കുന്ന സിനിമകൾ 2023 സിനിമകളാണ് കേട്ടോ. 2023 വന്ന സിനിമകളെയാണ്
71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾക്ക് വേണ്ടി പരിഗണിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് 1, 2025 അതുകൊണ്ടാണ് നമ്മൾ അത് പഠിക്കുന്നത്. ഓക്കെ, ഓഗസ്റ്റ് 1, 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. മികച്ച സിനിമ ഏതാണ്? 12th ഫെയിൽ ആണല്ലേ. ഓക്കെ, അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സിനിമ കാണുക കേട്ടോ. നല്ലൊരു സിനിമയാണ്, നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന സിനിമയാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ നമ്മളൊരു എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ നല്ലൊരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് 12th ഫെയിൽ എന്ന് പറയുന്നത്. നല്ലൊരു സിനിമയാണ്. വിക്രാന്ത് മാസി എന്ന് പറയുന്ന വ്യക്തിയാണ് കേട്ടോ അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹം വളരെ മനോഹരമായി അഭിനയിച്ചൊരു സിനിമയാണ്. തീർച്ചയായും ഇതെന്താണ്? ഇതൊരു ബയോഗ്രഫി മൂവിയാണ്. അത് ഓൾറെഡി ഇങ്ങനെ ഒരാളുടെ കഥ ശരിക്കും ഉണ്ട്. അപ്പോൾ അദ്ദേഹം പോലീസ് ഓഫീസറാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സിനിമ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്കൊരു മോട്ടിവേഷനൊക്കെ പറ്റിയ സിനിമയാണ്. ഓക്കെ, അപ്പോൾ മികച്ച സിനിമയായി 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം വന്നിരിക്കുന്ന സിനിമയാണ് 12th ഫെയിൽ. വളരെ അനുയോജ്യമായ ഒരു പുരസ്കാരം എന്നാണ് പറയേണ്ടത്. തീർച്ചയായും 12th ഫെയിൽ നല്ലൊരു സിനിമയാണ്. ഇനി മികച്ച നടൻ ഷാരൂഖ് ഖാൻ ജവാൻ എന്ന് പറയുന്ന മൂവിക്ക് ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസി 12th ഫെയിലും. ഓക്കെ, വിക്രാന്ത് മാസി 12th ഫെയിലും ഷാരൂഖ് ഖാൻ ജവാനും. ജവാൻ എന്ന് പറയുന്ന സിനിമ ഞാൻ ഫസ്റ്റ് ഡേ ഒക്കെ പോയി കണ്ടതാണ്. തീർച്ചയായും എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് മികച്ച നടൻ കൊടുക്കാൻ കാരണമെന്ന്. വിക്രാന്ത് മാസി തീർച്ചയായും അത് അർഹിക്കുന്നുണ്ട്. ഓക്കെ, ഇനി മികച്ച നടി റാണി മുഖർജിയാണ്. മിസിസ് ചാറ്റർജി വാസസ് നോർവേ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് മിസിസ് ചാറ്റർജി വാസസ് നോർവേ റാണി മുഖർജി. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, മികച്ച മലയാള സിനിമ. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്, ഉള്ളൊഴുക്ക്. ഡയറക്ഷൻ ആരാണ്? ക്രിസ്റ്റോ ടോമിയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ ആ പേര്, ഡയറക്ടറിന്റെ പേര് പഠിച്ചു വെക്കാം. മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്കാണ്. ഡയറക്ടർ ക്രിസ്റ്റോ ടോമിയാണ്. മികച്ച സഹനടൻ വിജയരാഘവനാണ്. പൂക്കാലം എന്ന് പറയുന്ന സിനിമ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു മൂവിയാണ്. പൂക്കാലം എന്ന് പറയുന്നത് വയസ്സായ ദമ്പതികളുടെ ഒരു കഥയാണ് പറയുന്നത് കേട്ടോ. വിജയരാഘവനാണ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം. മികച്ച സഹനടൻ ഏതാണ്? വിജയരാഘവനാണ് പൂക്കാലം സിനിമ. മികച്ച സഹനടി ഉർവശിയാണ് ഉള്ളൊഴുക്ക്. ഓക്കെ, ക്ലിയർ ആയല്ലോ? 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഇത്രയുമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് 4 മിനിറ്റ് മാറ്റി വെക്കാനുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിലുള്ള പഴയ ആ ക്ലാസ്സുകളൊന്ന് കാണാം കേട്ടോ. അത് ആ സമയത്ത് ഈ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം വന്ന സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം, 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയതാരാണ്? അപ്പോൾ ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല, ഓപ്ഷൻ സി ദിവ്യ ദേശ്മുഖ് ആണ് അല്ലേ. ദിവ്യ ദേശ്മുഖ് ആണ്. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയതാരാണ്? ദിവ്യ ദേശ്മുഖ് ആണ്. ദിവ്യ ദേശ്മുഖ് പഠിക്കാലോ. 2025 വനിതാ ചെസ് ലോകകപ്പ് 2025 വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ് ആണ് കേട്ടോ. നാഗ്പൂർ സ്വദേശിയാണ്. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ സ്വദേശിയാണ് ദിവ്യ ദേശ്മുഖ്. കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം. എന്താ പ്രത്യേകത? ഈ കിരീടം, അതായത് 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ആര്? നമ്മുടെ ദിവ്യ ദേശ്മുഖ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ പോയിന്റ് പഠിച്ചു വെക്കാം. ഇന്ത്യൻ താരം കെനേരു ഹംപിയെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. അപ്പോൾ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഇന്ത്യൻ താരമായിട്ടുള്ള കെനേരു ഹംപിയെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. വേദി എവിടെയായിരുന്നു? ബാത്തുമിയാണ്. ബാത്തുമി, ജോർജിയയിലെ ബാത്തുമി ആയിരുന്നു വേദി. ജോർജിയയിലെ ബാത്തുമി. ഇന്ത്യയുടെ 88ാമത്തെ ഗ്രാൻഡ് മാസ്റ്ററാണ് ദിവ്യ ദേശ്മുഖ്. അപ്പോൾ ഇന്ത്യയുടെ 88ാമത്തെ ഗ്രാൻഡ് മാസ്റ്ററാണ് ദിവ്യ ദേശ്മുഖ്. വനിതകളിൽ 4ാമത്തെ വ്യക്തിയാണ് കേട്ടോ. വനിതകളിൽ 4ാമത്തെ വ്യക്തിയാണ്. മറ്റുള്ളവർ ആരൊക്കെയാണ്? കെനേരു ഹംപി, DK ഹരിക, വൈശാലി. അതാണ് ബാക്കിയുള്ള 3 പേര്. ആരൊക്കെയാണ്? കെനേരു ഹംപി, DK ഹരിക, വൈശാലി. ഈ 3 പേർക്ക് ശേഷം 4ാമതായി വന്നത് ആരാണ്? ദിവ്യ ദേശ്മുഖ് ആണ്. ഇന്ത്യയിലെ 88ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ കൂടിയാണ് ആര്? ദിവ്യ ദേശ്മുഖ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, വളരെ പ്രധാനപ്പെട്ട പേരുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഓപ്ഷനിൽ ഈ പേരുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ ഹരിക കണ്ട്, വൈശാലി ഉണ്ട്, കെനേരു ഹംപി ഉണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ? കെനേരു ഹംപി ഗ്രാൻഡ് മാസ്റ്റർ ആണ്. ഹരിക ദ്രോണാലി ഗ്രാൻഡ് മാസ്റ്റർ ആണ്. വൈശാലി രമേശ് ബാബു ആരാണ്? ഗ്രാൻഡ് മാസ്റ്റർ ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നിങ്ങൾ അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. തീർച്ചയായും ഈ ചോദ്യങ്ങൾ ഇനിയും റിപ്പീറ്റ് വരാം. ഓക്കെ, ഇതൊക്കെ 2025 അവസാനത്തിൽ നടത്തിയ എക്സാമുകൾക്ക് ചോദിച്ചതും അതുപോലെ 26 തുടക്കത്തിൽ ചോദിച്ചിട്ടുള്ള എക്സാമുകളിലെ ചോദ്യങ്ങളുമാണ് കേട്ടോ. അപ്പം അത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇനി നോക്കിക്കേ, പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ്? അപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് എല്ലാവർക്കും അറിയാം. എന്താണ്? ഓപ്ഷൻ ഡി, ഓപ്പറേഷൻ സിന്ദൂരാണ് അല്ലേ. ഓപ്പറേഷൻ സിന്ദൂരാണ്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് കുറച്ച് ഫാക്റ്റുകൾ പഠിക്കണ്ടേ? കുറച്ച് ഫാക്റ്റുകൾ പഠിക്കാം. എക്സാമിന് ചോദിച്ച കുറച്ച് ഫാക്റ്റുകൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതല്ലാതെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം ഉൾപ്പെടുത്താനുള്ള സമയം നമുക്കില്ല, അതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം.
എന്താ പറയാനുള്ളത്? 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ നേരെ ഇന്ത്യൻ സായുധ സേന നടത്തിയ പ്രത്യാക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂർ. അപ്പൊ എന്താണ് പ്രത്യാക്രമണം എന്നാണ് പറയുന്നത്? ശ്രദ്ധിക്കണം കേട്ടോ. പ്രത്യാക്രമണം എന്താണ്? പ്രത്യാക്രമണം അക്രമമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പാകിസ്ഥാൻ നമ്മുടെ പഹൽഗാമിൽ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, പഹൽഗാമിൽ ഭീകരാക്രമണം എന്നാണ് തന്നിരിക്കുന്നത്. പഹൽഗാമിൽ നടന്നിരുന്ന ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ സേന നടത്തിയത് എന്ന് പറയുന്നു. സോ ആദ്യം നടന്നത് എന്താണ്? പഹൽഗാമിലെ ഭീകരാക്രമണമാണ്. എപ്പോഴാണ്? ഏപ്രിലാണ് നടന്നത് കേട്ടോ. ഏപ്രിൽ 22 എൻ്റെ ഓർമ്മ. നമുക്ക് നോക്കാം. അതെ, ഏപ്രിൽ 22 കണ്ടോ. 2025 ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയാണ് ഇന്ത്യൻ ദൗത്യം ഏറ്റെടുത്തത്, അല്ലെങ്കിൽ ഇന്ത്യൻ ദൗത്യം നടത്തിയത്. ഇപ്പൊ എന്തായിരുന്നു പ്രത്യേകത? 2025 ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണം കേട്ടോ. അപ്പൊ അതിന് മറുപടിയാണ് എന്ത് നടത്തിയത്? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് 2025 മെയ്യിൽ നടത്തിയത് എന്നായിരുന്നു. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 2025 മെയ് 7 പുലർച്ചെ 1:05 മുതൽ 1:30 വരെയുള്ള സമയത്താണ് ഇന്ത്യൻ സേന തിരിച്ചടി നൽകിയത്. ഓക്കെ, ആ സമയം തരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രത്യേകതയാണ്. പുലർച്ചെ 1:05 മുതൽ 1:30 വരെയുള്ള സമയത്താണ് കേട്ടോ ഇന്ത്യൻ സേന തിരിച്ചടി നൽകിയത് 2025 മെയ് 7. പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും, അതാണ് പാക് അധിനിവേശ കാശ്മീർ, ഇതിങ്ങനെ എഴുതും, പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ ത്വയ്ബ, അതാണ് LET, ജയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ, ഏതൊക്കെയാണ്? ലഷ്കർ ഇ ത്വയ്ബ, ജയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ എന്നീ ഭീകര സംഘടനകളുടെ 9 താവളങ്ങളാണ് കേട്ടോ. എത്ര താവളങ്ങളാണ്? 9 താവളങ്ങൾ ഇന്ത്യ തകർത്തു. അപ്പൊ ഏതൊക്കെയാണ്? ലഷ്കർ ഇ ത്വയ്ബ, ജയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ, ഈ ഭീകര സംഘടനകളുടെയൊക്കെ 9 താവളങ്ങൾ ആര് തകർത്തു? ഇന്ത്യ തകർത്തു. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്തായിരുന്നു? ഒരു പ്രധാന പ്രമേയമായിരുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ആ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? 3 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. വീണ്ടും 3 റിലേറ്റഡ് ഫാക്റ്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയി. ഓക്കെ അല്ലേ മക്കളെ? ആരെങ്കിലും ഇതുവരെ ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഒരു ഊർജ്ജം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ അടുത്ത പാർട്ടുകളൊക്കെ ഇടാൻ തയ്യാറാവുന്നത്. ഓക്കെ, ഓരോ ക്ലാസ്സുകളും നിങ്ങൾ എത്രത്തോളം വിജയിപ്പിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മൾ ആ ക്ലാസ്സുകൾ തുടർന്ന് പോവുക. അങ്ങനെയല്ലേ? ഇതാ നോക്കിക്കേ, അടുത്ത ചോദ്യം. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ദാദാ സാഹിബ് ഫാൽക്കെ മോഹൻലാലും അടൂർ ഗോപാലകൃഷ്ണനുമാണ് കേട്ടോ. ഓപ്ഷൻ ഡി, മോഹൻലാൽ ആൻഡ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരി. മോഹൻലാലും അടൂർ ഗോപാലകൃഷ്ണനും. ഇതെങ്ങനെയാണ് കറണ്ട് അഫെയർ ചോദ്യമായത് എന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. മോഹൻലാലിന് ഇപ്പോഴാണ് കിട്ടിയത്. 71ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാര വേളയിലാണ് ദാദാ സാഹിബ് ഫാൽക്കെ മോഹൻലാലിന് സമ്മാനിക്കപ്പെട്ടത്. എന്നാൽ അടൂർ ഗോപാലകൃഷ്ണനാണ് ആദ്യമായി ലഭിച്ച മലയാളി. അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത് കേട്ടോ. മിക്സഡ് CA എന്നേ പറയാൻ പറ്റൂ. നമുക്ക് ആ ചോദ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതാ നോക്കിയേ, ദാദാ സാഹിബ് ഫാൽക്കെ 2025 71ാമത്തെ നാഷണൽ ഫിലിം അവാർഡ് ഞാൻ അവിടെ എഴുതി. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു 71ാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡുകൾ സമയത്താണ് ദാദാ സാഹിബ് ഫാൽക്കെ 2025 മോഹൻലാലിന് കൊടുത്തത്. ഓക്കെ, ഇത് നമ്മൾ റിലേറ്റ് ചെയ്ത് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ റിലേറ്റ് ചെയ്ത് കുറച്ച് ഫാക്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഷോർട്സ് ഉണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഷോർട്സ് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ആ ഷോർട്സ് കാണുക. കറണ്ട് അഫെയർ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ഒരുപാട് ഷോർട്സ് ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ ഷോർട്സ് ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഷോർട്സ് നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഷോർട്സ് കാണുക, ആ പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. ഞാൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുകയൊന്നും വേണ്ട, പക്ഷേ നിങ്ങൾ ആ ഫാക്റ്റുകൾ എഴുതി വെക്കുക. തീർച്ചയായും നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ വിജയി ആരാണ്? മോഹൻലാലാണ്. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ഈ പുരസ്കാരം ലഭിക്കുന്ന 2ാമത്തെ മലയാളി. അപ്പോൾ എന്താണ് മോഹൻലാലിൻ്റെ പ്രത്യേകത? അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ദാദാ സാഹിബ് ഫാൽക്കെ ലഭിക്കുന്ന 2ാമത്തെ മലയാളിയാണ്. ആദ്യ മലയാളി വിജയ് അടൂർ ഗോപാലകൃഷ്ണനാണ്. 2004 ലഭിച്ചത് കേട്ടോ. 2004 അടൂർ ഗോപാലകൃഷ്ണൻ ലഭിച്ചു. ഇത് സ്ഥാപിതമായ വർഷം 1969 ദാദാ സാഹിബ് ഫാൽക്കെയുടെ 100ാം ജന്മവാർഷികമാണ്. നിങ്ങൾക്കറിയാലോ അല്ലേ ദാദാ സാഹിബിന്റെ പ്രത്യേകത എന്താണ്? ഞാനിതാ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കറിയാം, നമ്മളൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യമാണ്, ദാദാ സാഹിബ് ഫാൽക്കെ ആരാണ്? ഓക്കെ, അപ്പോൾ ആരാണ് ഈ ദാദാ സാഹിബ് ഫാൽക്കെ? അതൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പ്രത്യേകത എന്താണ് എന്ന് എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യത്തെ കമൻ്റായിട്ട്, ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ദാദാ സാഹിബ് ഫാൽക്കെ ആരാണ്? അദ്ദേഹത്തിന് 100ാം ജന്മവാർഷിക വേളയിലാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം സ്ഥാപിച്ചത് 1969. ഇനി സമ്മാന തുക എത്രയാണ്? 10 ലക്ഷം രൂപയും സ്വർണ്ണകമലവും പൊന്നാടയും അടങ്ങുന്നതാണ് കേട്ടോ. 10 ലക്ഷം രൂപ, സ്വർണ്ണകമലം, പൊന്നാട. 2024 ആർക്കാണ് ലഭിച്ചത്? മിഥുൻ ചക്രവർത്തിക്കാണ് കേട്ടോ. 2024 ദാദാ സാഹിബ് ഫാൽക്കെ ആർക്കായിരുന്നു? മിഥുൻ ചക്രവർത്തിക്കാണ്. ക്ലിയർ ആയല്ലോ?
ഓക്കെ അല്ലേ? എല്ലാ പോയിന്റും ഓക്കെ അല്ലേ? മോഹൻലാലാണ് രണ്ടാമത്തെ മലയാളിയാണ്. ആദ്യമായി ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണനാണ്. 2004 സ്ഥാപിച്ചത് 1969. സമ്മാനം 10 ലക്ഷം രൂപ. സ്വർണ്ണകമലം പൊന്നാട. 2024 ആരാണ്? മിഥുൻ ചക്രവർത്തി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയ 8ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആര്? അപ്പൊ ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, അത് BR ഗവായി ആണ് അല്ലെ? BR ഗവായി ആണ്. നോക്കാലോ BR ഗവായിയെ കുറിച്ച്. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആയി BR ഗവായി ആണ്. ഓക്കെ, എന്തായിരുന്നു കാലയളവ്? 2025 മെയ് 14 മുതൽ 2025 നവംബർ 23 വരെ. കണ്ട, ഇതാണ് ട്വിസ്റ്റ് കേട്ടോ. അപ്പൊ നമ്മുടെ ആ ചോദ്യം ഞാൻ ഇവിടെ എടുക്കാൻ കാരണം അത് ആ ടൈമിൽ, അതായത് അവസാനം നവംബറിലോട് ചോദിച്ച സമയത്ത്, ഡിസംബറിൽ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ഡിസംബറിൽ ചോദിച്ച സമയത്ത് നവംബർ 23 വരെ ഉള്ളത് എടുത്തിട്ടുണ്ട്. അപ്പൊ അതുവരെ ആരായിരുന്നു? 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയി BR ഗവായി ആണ്, അഥവാ ഭൂഷൺ രാമകൃഷ്ണ ഗവായി. എല്ലാ ഒരുവിധ ക്വസ്റ്റ്യൻ പേപ്പറിലും 2025 ഒരുപാട് തവണ റിപ്പീറ്റ് വന്ന ഒരു പേരാണ് BR ഗവായി എന്ന് പറയുന്നത് കേട്ടോ. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്നും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഫുൾ നെയിം കൊടുത്തത്. അപ്പൊ അദ്ദേഹം 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അതിനാണ് ഞാൻ അവിടെ കാലയളവ് കൊടുത്തത്. 2025 മെയ് മുതൽ 2025 നവംബർ 23 വരെ ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലാവധി. എന്നാൽ നിലവിൽ 53ാമത് ചീഫ് ജസ്റ്റിസ് ആയി, ഇതിനും നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് സൂര്യകാന്തിനെ കുറിച്ച് ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ഇതേപോലെ കറണ്ട് അഫെയർ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലുണ്ട്. ഓക്കെ, 53ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? അത് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. 2025 നവംബർ 24 ചുമതലയേറ്റു. ഓക്കെ, 2025 നവംബർ 24 ചുമതലയേറ്റത് ജസ്റ്റിസ് സൂര്യകാന്ത് 53ാമത്തേത്. അദ്ദേഹത്തിനും എന്തുണ്ട്? ഇതാണ് ഞാൻ നിങ്ങളുടെ പറയുന്ന കാര്യം. കാലയളവ് നോക്കിയേ, 2025 നവംബർ 24 മുതൽ 2027 ഫെബ്രുവരി 9 വരെയാണ് കേട്ടോ. ഓക്കെ, 2027 ഫെബ്രുവരി 9 വരെ. 25 കയറിയ ഇദ്ദേഹം അടുത്ത വർഷം ഫെബ്രുവരി 9 വരെ ഉള്ളൂ. അതായത് ഏകദേശം 14 to 15 മാസം കാലയളവാണ് ഇദ്ദേഹത്തിന്, സൂര്യകാന്തിന് വരുന്നത്. ഓക്കെ, ഇദ്ദേഹം ഇറങ്ങിയ ശേഷം അടുത്തത് 54ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയി വരാൻ പോകുന്ന വ്യക്തിയാണ് വിക്രം നാഥ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, കൺഫേം ചെയ്താൽ ഞാൻ ഗൂഗിളിൽ നോക്കിയ സമയത്ത്, അതായത് നമ്മുടെ വിക്കിപീഡിയ ഒക്കെ ചെക്ക് ചെയ്ത സമയത്ത് കണ്ടൊരു പേരാണ് വിക്രം നാഥ് എന്ന് പറയുന്നത്. ഇദ്ദേഹം അവിടുത്തെ സീനിയർ മോസ്റ്റ് ജഡ്ജാണ് നിലവിലെ. സൂര്യകാന്തിന് ശേഷം ഇദ്ദേഹം ആവും അതായത് വിക്രം നാഥ് വരും എന്നാണ് കണ്ടത്. അപ്പോൾ തീർച്ചയായും നിങ്ങളത് പഠിച്ചു വെക്കുക. ഇത് നമ്മുടെ പാസ്റ്റ് ആണ്, ഇത് നമ്മുടെ പ്രസന്റ് ആണ്, ഇത് നമ്മുടെ ഫ്യൂച്ചർ ആണ്. ഓക്കെ, അപ്പൊ 52ാമത്തെ BR ഗവായി എന്ന് പറയുന്നത് പാസ്റ്റ് ആയി, നിലവിൽ അദ്ദേഹമില്ല. 53 എന്ന് പറയുന്ന പ്രസന്റ് ആണ് നിലവിലുള്ളത്, ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ഓക്കെ, ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന വ്യക്തിയാണ് വിക്രം നാഥ് എന്ന് പറയുന്നത്, 54ാമത്തെ ചീഫ് ജസ്റ്റിസ് കേട്ടോ. അപ്പൊ അതുകൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇനി ഇപ്പതെങ്ങനെയാണ് കണ്ടിരിക്കുന്നത്, അടുത്തത് വരാൻ പോകുന്നത് വിക്രം നാഥ് ആണെന്ന് കണ്ടു. നമുക്ക് പഠിക്കാനുള്ള പേര് സൂര്യകാന്ത് ആണ്. സൂര്യകാന്ത് എന്തായിരിക്കും? അടുത്ത വർഷം ഫെബ്രുവരി 9 വരെയും അല്ലെങ്കിൽ ഏകദേശം ഒരു മാർച്ച് ഏപ്രിൽ വരെയും ചോദ്യങ്ങളിൽ നമ്മൾ കാണാൻ സാധ്യതയുള്ള പേര് 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയ സൂര്യകാന്ത് എന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ അത് പഠിച്ചു വെക്കാം. നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സൂര്യകാന്ത് ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. 9ാമത്തെ ചോദ്യം. 2028 ഒളിമ്പിക്സിന്റെ വേദി എവിടെ? അപ്പൊ 2028 ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? ഓപ്ഷൻ എ ലോസ് ആഞ്ചലസ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ലോസ് ആഞ്ചലസ് ആണ്. പഠിക്കാലോ? ഇതാ നോക്കിയേ, കുറച്ച് ഫാക്റ്റുകൾ കൂടുതൽ തന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഒളിമ്പിക്സ് 2028 34ാമത് ഇത് ഇങ്ങനെ എഴുതാനും കൂടി ഒന്ന് പഠിച്ചു വെക്കണേ. 34ാമത് 3 10 4 കൂടെ ചേർത്ത് 34ാമത് കേട്ടോ. റോമൻ ലെറ്റേഴ്സ് അറിയാലോ എല്ലാവർക്കും. 34ാമത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ തന്നെ എഴുതിയത് കേട്ടോ. ഒരു തവണ ഒളിമ്പിക്സിന്റെ വന്ന സമയത്ത് ഇത് ഇങ്ങനെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുകൂടെ പഠിച്ചു വെക്കുക. റോമൻ ലെറ്റർ കാണുമ്പോൾ കൺഫ്യൂസ് ആവരുത്. 34 എന്ന് ഇങ്ങനെ എഴുതാം. ഓക്കെ, 34ാമത് വേനൽക്കാല ഒളിമ്പിക്സ് അഥവാ സമ്മർ ഒളിമ്പിക്സ് ആണ് 28 നടക്കാൻ പോകുന്നത്. എപ്പോൾ മുതലാണ്? 2028 ജൂലൈ 14 മുതൽ ജൂലൈ 30 വരെയാണ് സമ്മർ ഒളിമ്പിക്സ് കേട്ടോ. 2028 ജൂലൈ 14 മുതൽ ജൂലൈ 30 വരെ. വേദി എവിടെയാണ്? ലോസ് ആഞ്ചലസ് ആണ്, അമേരിക്കയിലെ ലോസ് ആഞ്ചലസ്. ഓക്കെ, ലോസ് ആഞ്ചലസ് അമേരിക്ക. ക്ലിയർ ആയല്ലോ? ഇനി പുതിയ കായിക ഇനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2028 ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് T20 ഫോർമാറ്റ് കേട്ടോ. T20 ഫോർമാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1990 പാരീസ് ഒളിമ്പിക്സിന് ശേഷം ആദ്യമായാണ് ക്രിക്കറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒളിമ്പിക്സിന്റെ പ്രത്യേകത എന്താണ്? 2028 ഒളിമ്പിക്സിലെ ക്രിക്കറ്റ് T20 ഫോർമാറ്റ് കേട്ടോ. T20 അറിയാലോ? 2020 ഫോർമാറ്റ് ആണ്.
ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1990 പാരീസ് ഒളിമ്പിക്സിന് ശേഷം ആദ്യമായിട്ട് 1900 കേട്ടോ, 1990 1900 പാരീസ് ഒളിമ്പിക്സിന് ശേഷം ആദ്യമായിട്ടാണ് ക്രിക്കറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെന്താ പറയാനുള്ളത്? മറ്റു പുതിയ ഇനങ്ങൾ ഏതൊക്കെയാണ്? ബേസ്ബോളും സോഫ്റ്റ് ബോളും വരുന്നുണ്ട്, ഫ്ലാഗ് ഫുട്ബോൾ എന്ന് വരുന്നുണ്ട്, ലാക്രോസ് വരുന്നുണ്ട്, സ്ക്വാഷ് വരുന്നുണ്ട്. ഇതൊക്കെ പുതിയ ഇനങ്ങളാണ്. ഇപ്പം എന്തൊക്കെയാണ്? ബേസ്ബോൾ, സോഫ്റ്റ് ബോൾ, ഫ്ലാഗ് ഫുട്ബോൾ, ലാക്രോസ്, സ്ക്വാഷ്. ഓക്കെ. ലണ്ടൻ, പാരീസ് ഇവയ്ക്ക് ശേഷം 3 തവണ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരമായി ലോസ് ആഞ്ചലസ് മാറും. അപ്പോൾ എന്താണ്? ഇതിനു മുമ്പ് ലണ്ടനും പാരീസും മാത്രമായിരുന്നു 3 തവണ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ചത്. ലോസ് ആഞ്ചലസ് 28 കൂടി 3 തവണയാവും. അതിന് മുമ്പ് ഏതൊക്കെ വർഷങ്ങൾ നടന്നിട്ടുണ്ട്? 1932 1984 ഇനി 2028 എവിടെയാണ് നടക്കാൻ പോകുന്നത്? ലോസ് ആഞ്ചലസിലാണ്. അപ്പോൾ അവിടെയും 3 തവണയായി മാറി. ആ വർഷങ്ങളൊന്ന് പഠിച്ചു വെക്കണേ. അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ഡിഗ്രി ലെവലൊക്കെ ചോദിക്കുന്ന സമയത്ത് തീർച്ചയായും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇത് ഉൾപ്പെടുത്താം. ഓക്കെ. ഇനി അടുത്ത നോക്കിക്കേ. 2026 വിന്റർ ഒളിമ്പിക്സ് ആയിരുന്നു. എവിടെയാണ് നടന്നത്? മിലാൻ കോർട്ടീനയാണ് കേട്ടോ. മിലാൻ കോർട്ടീന, ഇറ്റലിയിൽ വെച്ചിട്ടായിരുന്നു വിന്റർ ഒളിമ്പിക്സ് 2026. ഇനി 28 സമ്മർ ഒളിമ്പിക്സ് ലോസ് ആഞ്ചലസ്, അമേരിക്ക. 2032 സമ്മർ ഒളിമ്പിക്സ് ബ്രിസ്ബെയിൻ ആണ്, ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിൻ. ഓക്കെ. അപ്പോൾ 2026 വിന്റർ ആയിരുന്നു, അത് മിലാൻ കോർട്ടീന. 2028 സമ്മർ ആണ്, ലോസ് ആഞ്ചലസ്. 2032 സമ്മർ ഒളിമ്പിക്സ് എവിടെയാണ്? ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ ആണ് കേട്ടോ. ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ ഏകദേശം 9 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 9 ചോദ്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. ഇതാ അടുത്ത ചോദ്യം നോക്കിക്കേ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളാണ് ചോദിക്കുന്നത് കേട്ടോ. തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് തെറ്റ്? ശരിയുള്ളത് ഞാൻ വായിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം, അത് ശരിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? ഒരുപാട് തവണ റിപ്പീറ്റ് വന്നിട്ടുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് മനസ്സിലായി. 2 ഓപ്ഷൻസ് ഒക്കെ നമുക്കത് കട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ 2 ശരിയാണല്ലോ. അപ്പോൾ 1 2 തെറ്റാണെന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റിപ്പോയി. 2 3 തെറ്റാണെന്ന് പറയുന്ന ഓപ്ഷനും പോയി. 2 4 തെറ്റാണെന്ന് പറയുന്ന ഓപ്ഷനും പോയി. അപ്പോൾ നിങ്ങൾക്ക് ആകെ അറിയുന്നത് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആകെ അറിയുന്നത് ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം എന്ന് അറിഞ്ഞാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചോദ്യത്തിന്റെ മാർക്ക് നിങ്ങൾ സ്വന്തമാക്കി. ഓക്കെ. 2 വരുന്ന 3 ഓപ്ഷൻ ഉണ്ട്, 2 ഇല്ലാത്ത ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ 2 ശരിയാണെന്ന് നമുക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ബാക്കി 3 ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓപ്ഷൻ ഡി 1 3 തെറ്റാണ് എന്ന് പറയുന്ന നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. തീർച്ചയായും നിങ്ങൾക്ക് 1 മാർക്ക് സ്വന്തമാക്കാനും കഴിയും. മനസ്സിലായോ? ഇതാണ് രീതി. ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാൻ 2 രീതിയുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ഒന്നുകിൽ നിങ്ങൾക്ക് ഉത്തരം അറിഞ്ഞിരിക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ ബാക്കി 3 ഓപ്ഷനും തെറ്റാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ഡയറക്റ്റ് ക്വസ്റ്റിനേക്കാൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാർക്ക് നേടാൻ ഏറ്റവും അനുയോജ്യം എന്താണ്? തീർച്ചയായും അത് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ്. ഓക്കെ. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ ഒരു ട്രിക്ക് ഉണ്ടായിരിക്കും. ആ ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ എടുത്തതുപോലെ തന്നെ രണ്ടാമത്തെ ഞാൻ ശരിയാണെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ? രണ്ടാമത്തെ ഞാനിതിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഈ PDF ഉണ്ടാക്കുന്ന സമയത്ത് പോലും ഈ കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ കാര്യം നോട്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ നോക്കിയാൽ രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. ബാക്കി 2 വരുന്ന ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 1 3 തെറ്റാണ് എന്ന് പറയുന്ന നിഗമനത്തിൽ നമ്മളെത്തി. 4ാമത്തെ നോക്കിയേ. വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിലാണ്. തീർച്ചയായും തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 2 4 ശരിയാണ്, 1 3 തെറ്റാണ്. ഇനി നമുക്ക് പഠിക്കാമല്ലോ വിഴിഞ്ഞത്തെക്കുറിച്ച് കുറച്ച് പോയിന്റുകൾ പഠിക്കാം. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. വിഴിഞ്ഞം തുറമുഖം എന്താണ് ഫുൾ നെയിം? വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം എന്നാണ്. ഉദ്ഘാടനം എപ്പോഴായിരുന്നു? ഒക്ടോബർ 15 2023 കേട്ടോ. ആരാ ഉദ്ഘാടനം ചെയ്തത്? നരേന്ദ്രമോദിയാണ്. ഉദ്ഘാടനം ചെയ്തത് 2023 ഒക്ടോബർ 15 വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ ആണ് കേട്ടോ. ദിവ്യ എസ് അയ്യർ ആണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ കമ്പനി അദാനി ഗ്രൂപ്പാണ്. 40 വർഷത്തേക്കാണ് കരാർ എടുത്തിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ കമ്പനി ആരാണ്? അദാനി ഗ്രൂപ്പാണ്. അദാനി ഗ്രൂപ്പ്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്ന ആദ്യ ചരക്ക് കപ്പൽ ഷെൻഹുവ 15 ആണ്. ഓക്കെ. വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്ന ആദ്യ ചരക്ക് കപ്പൽ, ശ്രദ്ധിക്കണേ, ചരക്ക് കപ്പൽ. ഇനി ഞാൻ ഇവിടെ വീണ്ടും ചോദ്യത്തിലേക്ക് വരുവാണ്. വിഴിഞ്ഞം തുറമുഖത്ത് എത്തുന്ന ആദ്യത്തെ മദർഷിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഷെൻഹുവ 15 തന്നത്. അതുകൊണ്ടാണ് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റിയത്. അപ്പോൾ നമ്മളിവിടെ പഠിക്കുവാണ്, വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്ന ആദ്യ ചരക്ക് കപ്പലാണ് ഷെൻഹുവ 15. ഓക്കെ. അപ്പോൾ ആദ്യത്തെ മദർഷിപ്പ് ഏതാണെന്ന് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്നതാണ് കേട്ടോ. സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്നതാണ് ആദ്യത്തെ മദർഷിപ്പ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ്
വിഴിഞ്ഞം. 20 മീറ്റർ ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് വിഴിഞ്ഞം. 20 മീറ്റർ ആണ് ആഴം. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. ഇനി ഇത് രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടത് എപ്പോഴാണ്? 2025 മെയ് 2-നാണ് കേട്ടോ. 2025 മെയ് 2-നാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടത്. ലൊക്കേഷൻ കോഡ് എത്രയാണ്? INTRV01. ഇത് ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്, മുമ്പ് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ലൊക്കേഷൻ കോഡ് എന്താണ്? INTRV01. ക്ലിയർ ആയല്ലോ? ആദ്യത്തെ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ 01. അതൊക്കെ എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. 11ാമത്തെ ചോദ്യമാണ്. 11ാമത്തെ ചോദ്യം മക്കളെ വളരെ ഡീറ്റെയിൽ ആയിട്ടല്ലേടാ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഓക്കെ അല്ലേ ക്ലാസ്സുകളൊക്കെ? നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് കേട്ടോ എല്ലാ ഫാക്റ്റുകളും എടുത്തു തരുന്നത്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായി നോട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാണ്. പ്രഡിക്ഷൻ അല്ല, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊന്നും പ്രഡിക്ഷൻ അല്ല, പക്ഷേ ഇതൊക്കെ അനലൈസ് ചെയ്യാണ് 2025 അവസാന മാസത്തിൽ. കണ്ടോ, ഇനി ഞാൻ നിങ്ങളടുത്ത് പറയാൻ കാരണം നിങ്ങൾ നോക്കിയേ, 2025 നവംബറിൽ മാറിയ ചോദ്യം നമ്മളിവിടെ കണ്ടു, ഒരു ഡിസ്കസ് ചെയ്യേണ്ടത്. കണ്ടോ, 23 വരെ ആരായിരുന്നു? BR ഗവായി ആണ്. അപ്പോൾ ഈ ചോദ്യം ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത് അവസാന മാസം. നവംബർ 23 കഴിഞ്ഞ് എന്ന് പറയുമ്പോൾ ഡിസംബറേ ഉള്ളൂ 2025. ഡിസംബർ കഴിഞ്ഞ് ജനുവരി, ഈ 2 മാസത്തിൽ ചോദിച്ച ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ഇത് എടുത്തിട്ടുള്ളൂ. ആ ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും സീരിയസ്നെസ്സോടുകൂടി നിങ്ങളിത് കാണുക. വീഡിയോ നിങ്ങൾ തീർച്ചയായും മുഴുവനും കാണണം. അതേപോലെ തന്നെ ഈ വീഡിയോയിൽ പറയുന്ന പോയിന്റ്സുകളൊക്കെ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. തീർച്ചയായും ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കണം, നോട്ടാക്കി തന്നെ പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. ഇത് അടുത്ത ചോദ്യം. 49ാമത് വയലാർ സാഹിത്യ അവാർഡ് 2025 നേടിയ തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന കൃതി രചിച്ചതാരാണ് എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായും വയലാർ അവാർഡിന് വേണ്ടിയിട്ടുള്ള ഷോർട്സ് നമ്മൾ കറണ്ട് അഫെയറിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ ഷോർട്സ് കണ്ട വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മാർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ 49ാമത് വയലാർ അവാർഡ് 2025 നേടിയതാരാണ്? ഇ സന്തോഷ് കുമാറാണ് കേട്ടോ. ഓപ്ഷൻ എ, ഇ സന്തോഷ് കുമാറാണ്. കൃതി എന്താണ്? തപോമയുടെ അച്ഛൻ എന്നാണ്. നോക്കാലോ, അതുമായി റിലേറ്റ് ചെയ്ത ഫാക്ടുകൾ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. 49ാമത് വയലാർ പുരസ്കാരം 2025 വിജയി ആരാണ്? ഇ സന്തോഷ് കുമാറാണ്. കൃതി തപോമയുടെ അച്ഛൻ നോവൽ വിഭാഗമാണ് കേട്ടോ. നോവലാണ്. സമ്മാനം എത്രയായിരുന്നു? 1 ലക്ഷം രൂപ. ശില്പി കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പമാണ് കേട്ടോ. എന്താണ് ശില്പം? കാനായി കുഞ്ഞിരാമൻ അല്ലെ, പ്രശസ്തനായ ശില്പിയാണ്. അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ശില്പമാണ് വയലാർ അവാർഡിന്റെ പുരസ്കാരമായി നൽകുന്നത്. പിന്നെ പ്രശസ്തി പത്രവും. ഓക്കെ, 1 ലക്ഷം രൂപ, കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പം, പ്രശസ്തി പത്രം, ഇതൊക്കെ കൂടിയതാണ് എന്ത്? വയലാർ പുരസ്കാരം. 48ാമത്തെ വയലാർ അവാർഡ് 2024 കിട്ടിയത് ആർക്കാണ്? അശോകൻ ചെരുവിലാണ്. കാട്ടൂർ കടവ് എന്ന് പറയുന്ന കൃതിയാണ്. ഓക്കെ, അശോകൻ ചെരുവിൽ കൃതി കാട്ടൂർ കടവ്. ആദ്യ വയലാർ അവാർഡ് 1977 ആദ്യ വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ലളിതാംബിക അന്തർജനമാണ്. കൃതി അഗ്നിസാക്ഷി. ഈ ചോദ്യം മോസ്റ്റ് റിപ്പീറ്റഡ് ചോദ്യമാണ് കേട്ടോ. അഗ്നിസാക്ഷിയും വയലാർ അവാർഡ് ലഭിച്ചത് ആര് എന്നുള്ള ചോദ്യം ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ആദ്യത്തെ വയലാർ അവാർഡ് പഠിച്ചു വയ്ക്കുക. 1977 ലളിതാംബിക അന്തർജനം, കൃതി അഗ്നിസാക്ഷി. 2024 48ാമത്തെ വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ കൃതി കാട്ടൂർ കടവ്. 2025 49ാമത് വയലാർ അവാർഡ് സന്തോഷ് കുമാർ തപോമയുടെ അച്ഛൻ, നോവലാണ്. ക്ലിയർ ആയല്ലോ? ഇത്രയും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. 2025 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരത്തിന് അർഹനായവരാര്? അപ്പൊ 2025 നൊബേൽ കണ്ടോ, വീണ്ടും ചോദ്യം വന്നിരിക്കുകയാണ്. നേരത്തെ നമ്മൾ പഠിച്ചത് എന്താ? സമാധാന നൊബേലാണ്. വൈദ്യശാസ്ത്രം ഞാൻ കുറച്ചൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു അരോചകമായിരിക്കും തീർച്ചയായും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാലോ. മേരി ഇ ബ്രാൻകോ എന്ന് പറയുന്ന വ്യക്തിയാണ് കേട്ടോ. മേരി ഇ ബ്രാൻകോ, ഫ്രെഡ് റാംഡെൽ, ഷിമോൺ സഗാഗുച്ചി, ഇവർക്ക് 3 പേർക്കുമാണ് എന്ത് ലഭിച്ചത്? വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ ലഭിച്ചത്. അപ്പോൾ ആരൊക്കെയാണ്? 2, 4, 5 2, 4, 5 എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. ഇതാ കണ്ടോ, 2, 4, 5 ശരി. ആരൊക്കെയാണ്? മേരി ഇ ബ്രാൻകോ, ഫ്രെഡ് റാംഡെൽ, ഷിമോൺ സഗാഗുച്ചി. നോക്കാലോ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നൊബേൽ പ്രൈസ് 2025 ഫിസിയോളജി ഓർ മെഡിസിൻ, അതാണ് വൈദ്യശാസ്ത്രം. ഓക്കെ, ഫിസിയോളജി ഓർ മെഡിസിൻ. പുരസ്കാരം ആർക്കൊക്കെയാണ്? മേരി ഇ ബ്രോങ്കോ എന്നാണ് കേട്ടോ. മേരി ഇ ബ്രോങ്കോ എന്നാണ്, ഇതാണ് അവരുടെ കറക്റ്റ് നെയിം. ഞാൻ നൊബേൽ പ്രൈസിന്റെ സൈറ്റിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മുടെ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടായിരിക്കുന്നത്. അത് അതേ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പക്ഷെ PSC ഇവിടെ ബ്രോങ്കോവ് എന്ന് തന്നിട്ടുണ്ട്. അത് ഈ പറയുന്ന W മലയാളീകരിച്ച് വരുമ്പോഴാണ് അത്
എന്നായി പോകുന്നത്. അവരുടെ പേര് മേരി ഇ ബ്രോങ്കോ എന്നേ ഉള്ളൂ. ഓക്കെ, USA കാരിയാണ്. യൂണിവേഴ്സിറ്റി ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു? ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സിംറ്റംസ് ബയോളജി, സിയാറ്റിൻ, USA. അവിടുത്തെ യൂണിവേഴ്സിറ്റി ടീച്ചറാണ് ആര്? മേരി ഇ ബ്രോങ്കോ. പ്രത്യേകത എന്താണ്? വൈദ്യശാസ്ത്ര വിഭാഗത്തിൽ നൊബേൽ നേടുന്ന 14ാമത്തെ വനിതയാണ് കേട്ടോ. എന്താണ്? വൈദ്യശാസ്ത്ര വിഭാഗത്തിൽ നൊബേൽ നേടുന്ന 14ാമത്തെ വനിത. രണ്ടാമത്തെ വ്യക്തിയാണ് ഫ്രെഡ് റാംസ്ഡെൽ. ഫ്രെഡ് റാംസ്ഡെൽ എന്താണ്? USA കാരനാണ്. യൂണിവേഴ്സിറ്റി ഏതാണ്? സൊനോമ ബയോതെറാപ്യൂട്ടിക്സ് സാൻ ഫ്രാൻസിസ്കോ ആണ് കേട്ടോ. സൊനോമ ബയോതെറാപ്യൂട്ടിക്സ് സാൻ ഫ്രാൻസിസ്കോ, USA. ആ യൂണിവേഴ്സിറ്റിയിലാണ് ഫ്രെഡ് റാംസ്ഡെൽ. അടുത്ത മൂന്നാമത്തെ വ്യക്തിയാണ് ഷിമോൺ സകാഗുച്ചി. ഷിമോൺ സകാഗുച്ചി ജപ്പാനാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി അല്ലേ? ഷിമോൺ സകാഗുച്ചി ജപ്പാനാണ്. യൂണിവേഴ്സിറ്റി ഒസാക്ക യൂണിവേഴ്സിറ്റിയാണ്, ഒസാക്ക, ജപ്പാൻ. പുരസ്കാരത്തിന് അർഹമായ കണ്ടെത്തൽ എന്തായിരുന്നു? പരിധീയ പ്രതിരോധ ശേഷി അഥവാ പെരിഫറൽ ഇമ്മ്യൂൺ സിസ്റ്റം. ഓക്കെ, ഇത് വേറൊരു ചോദ്യമായി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പെരിഫറൽ ഇമ്മ്യൂൺ സിസ്റ്റം ടോളറൻസ് എന്നാണ് പറയുന്നത്. അത് സംബന്ധിച്ചുള്ള കണ്ടുപിടുത്തങ്ങൾക്കാണ് കേട്ടോ. ഇത് റിലേറ്റ് ചെയ്തുള്ള ബാക്കി പോയിന്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഷോർട്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. വളരെ പ്രധാനപ്പെട്ട പേരുകളും അതേപോലെ തന്നെ എന്തുമായി ബന്ധപ്പെട്ടാണ് പുരസ്കാരം ലഭിച്ചത് എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഓക്കെ അല്ലേ? പരിധീയ പ്രതിരോധ ശേഷി അഥവാ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന് സംബന്ധിച്ച കണ്ടുപിടുത്തങ്ങൾക്കാണ് മേരി ബ്രോങ്കോയ്ക്കും ഫ്രെഡ് റാംസ്ഡെലിനും ഷിമോൺ സകാഗുച്ചിക്കും 2025 വൈദ്യശാസ്ത്ര നൊബേൽ അഥവാ ഫിസിയോളജി മെഡിസിൻ വിഭാഗത്തിൽ നൊബേൽ പ്രൈസ് ലഭിച്ചത്. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ഇതാ അടുത്ത ചോദ്യം നോക്കിയേ. ഇസ്രായേൽ പലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏതാണ്? അപ്പൊ എവിടെയാണ് ശ്രദ്ധിക്കണം? ഇസ്രായേൽ പലസ്തീൻ ആണ് കേട്ടോ. ഇസ്രായേൽ പലസ്തീൻ ആണ്. ഏതാണ് ഇസ്രായേൽ പലസ്തീൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അതേതാണ്. ഓപ്ഷൻ സി അജയ് ആണ്. ഓപ്പറേഷൻ അജയ് ആണ് കേട്ടോ. ഇസ്രായേൽ പലസ്തീൻ പഠിക്കാലോ? പഠിക്കാം. എല്ലാ ഓപ്പറേഷനും ഞാൻ തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഓപ്പറേഷൻ അജയ് നോക്കാം. 2023 ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ച സാഹചര്യത്തിലാണ് ഈ ദൗത്യം പ്രഖ്യാപിച്ചത്. അപ്പോൾ ഹമാസ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ച സാഹചര്യത്തിലായിരുന്നു ഈ ദൗത്യം പ്രഖ്യാപിക്കപ്പെട്ടത്. ഉദ്ദേശം എന്തായിരുന്നു? യുദ്ധം മൂലം മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ പ്രത്യേക വിമാനങ്ങൾ വഴി സൗജന്യമായി നാട്ടിലെത്തിക്കുക. വിദ്യാർത്ഥികൾ, IT പ്രൊഫഷണലുകൾ, കെയർ ഗിവേഴ്സ് തുടങ്ങിയ ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ഈ ദൗത്യം വഴി സുരക്ഷിതരായി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓപ്പറേഷൻ അജയ് എന്താണ്? 2023 ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേൽ ലോകയുദ്ധം ആരംഭിച്ച സമയത്തായിരുന്നു ഇത് നമ്മുടെ ഇന്ത്യൻ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയായി വന്നത്. ഓക്കെ, ഇനി 2025 ജൂണിലെ സംഘർഷ സാഹചര്യത്തിൽ ഇസ്രായേലിൽ നിന്നും ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഓപ്പറേഷൻ സിന്ധു എന്ന മറ്റൊരു ദൗത്യവും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത്? 2025 ജൂണിൽ ഇസ്രായേലിൽ നിന്നും ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടി നടത്തിയതാണ് ഓപ്പറേഷൻ സിന്ധു. അടുത്ത ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് ഓപ്പറേഷൻ ബ്രഹ്മയാണ്. എന്താണ് ഓപ്പറേഷൻ ബ്രഹ്മ? 2025 മാർച്ച് 28 അയൽ രാജ്യമായ മ്യാൻമറിൽ ഉണ്ടായ വിനാശകരമായ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ സൈനികർ 200 കിടക്കകളുള്ള ഒരു ഫീൽഡ് ആശുപത്രി മ്യാൻമറിൽ വിന്യസിച്ചിരുന്നു. ഇതുമായി ഒരുപാട് ബന്ധപ്പെട്ട പോയിന്റുകളുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നിയ പോയിന്റുകൾ മാത്രം ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് പഠിക്കുക. എവിടെയാണത്? മ്യാൻമർ ആണ്. അപ്പം കീവേഡ് എന്താണ്? മ്യാൻമർ ആണ്. മ്യാൻമറുമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ ബ്രഹ്മ. അടുത്തത് ഓപ്പറേഷൻ ഗംഗയാണ്. ഓപ്പറേഷൻ ഗംഗ 2022 റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ യുക്രൈനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ, പ്രധാനമായും വിദ്യാർത്ഥികളെ, സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യം. അപ്പോൾ എന്താണ്? 2022 റഷ്യ യുക്രൈൻ യുദ്ധം ആ യുദ്ധത്തിന്റെ സമയത്ത് ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് നടത്തിയതാണ് ഓപ്പറേഷൻ ഗംഗ. ഇനി അടുത്തതുണ്ടായിരുന്നത് ഓപ്പറേഷൻ അമൃതാണ്. കഴിഞ്ഞ ഒരു എക്സാമിന്, ഏത് എക്സാമാണെന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, എക്സൈസ് എക്സാം ആണെന്ന് തോന്നുന്നു 2025. ഓക്കെ, 2025 നടത്തിയ എക്സൈസ് എക്സാമിന് ഈ ചോദ്യം 2 തവണ ചോദിച്ചിട്ടുണ്ട്. ഒരേ ചോദ്യം 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാൻസലേഷനും ഇല്ല. കാരണം ആ ചോദ്യം ചോദിച്ച രീതി ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേ ചോദ്യത്തിന് ഉത്തരം എന്ത് തന്നെയാണ്? ഓപ്പറേഷൻ അമൃത് തന്നെയാണ്. എന്താണത്? ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയുന്നതിനായി കേന്ദ്ര സർക്കാർ ഡ്രഗ് കൺട്രോൾ വിഭാഗം 2024 ജനുവരിയിൽ ആരംഭിച്ച പദ്ധതി. എന്താണ്? ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്തായിരുന്നു അതിൻ്റെ പേര്? ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ടോട്ടൽ ഹെൽത്ത്. എന്താണ്? ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് എന്നതാണ് അമൃതിന്റെ ഫുൾ ഫോം. ഓക്കെ, അമൃതിന്റെ ഫുൾ ഫോം എന്താണ്? ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്. ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് തടയുക, മെഡിസിൻ ഷോപ്പുകൾ പരിശോധന കർശനമാക്കുക എന്നതൊക്കെയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാ ഓപ്പറേഷനും ക്ലിയർ ആയില്ലേ? നമ്മുടെ ഓപ്ഷനിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഓപ്പറേഷൻ ബ്രഹ്മ ഉണ്ടായിരുന്നു, ഗംഗ ഉണ്ടായിരുന്നു, അമൃത് ഉണ്ടായിരുന്നു. അത് കൂടാതെ ഓപ്പറേഷൻ സിന്ധു എന്താണെന്ന് കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? നിങ്ങൾക്ക് സെറ്റ് അല്ലേ? ക്ലിയർ ആവുന്നില്ലേ പറയുന്ന കാര്യങ്ങളൊക്കെ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ.
അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂരൊക്കെ നടന്ന സമയത്ത് വന്നൊരു ചോദ്യമാണ്. അതാരാണ്? വിക്രം മിശ്രി ആണ് കേട്ടോ. വിക്രം മിശ്രി ആണ് ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി. പഠിക്കാലോ വേറെ കുറച്ച് ഫാക്റ്റുകൾ, വളരെ പ്രധാനപ്പെട്ട ഇപ്പൊ അടുത്ത് നടന്നിട്ടുള്ള കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് ആണ് പറയുന്നത്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആയി 2025 നവംബർ 24 ചുമതലയേറ്റു. 53ാമത്തെയാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. തീർച്ചയായും ഈ ചോദ്യം ചോദിക്കാം. അടുത്തത് ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയായും രാജ്യസഭാ അധ്യക്ഷനുമായി. നിങ്ങൾക്കറിയാലോ, ആ ചോദ്യം അറിയാലോ എല്ലാവർക്കും. അതായത് നമുക്ക് ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന പദവിക്ക് എന്തില്ല? സാലറി ഇല്ല കേട്ടോ മക്കളെ, അത് പഠിച്ചു വെക്കണേ. ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന പദവിക്ക് ഭരണഘടനാ പ്രകാരം സാലറി ഇല്ല. പക്ഷെ അദ്ദേഹം വാങ്ങുന്ന സാലറി അല്ലെങ്കിൽ കൈപ്പറ്റുന്ന സാലറി എന്ന് പറയുന്നത് രാജ്യസഭയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാൻ എന്ന സ്ഥാനത്തിനുള്ള സാലറിയാണ് കേട്ടോ. അതായത് ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന പദവിക്ക് എന്തില്ല? സാലറി ഇല്ല. രാജ്യസഭാ അധ്യക്ഷന്റെ സാലറിയാണ് ഉപരാഷ്ട്രപതി കൈപ്പറ്റുന്നത്. ക്ലിയർ ആയല്ലോ, അത് പഠിച്ചു വെക്കണേ. 2025 സെപ്റ്റംബർ 12 അദ്ദേഹം ചുമതലയേറ്റത്. അടുത്തത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് CEC ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ്. ഗ്യാനേഷ് കുമാർ 2025 ഫെബ്രുവരി മുതൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് കേട്ടോ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. സ്ഥിരം ചോദിക്കുന്നതാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ്. അടുത്തത് CAG ആരാണ്? K. സഞ്ജയ് മൂർത്തിയാണ്. സഞ്ജയ് മൂർത്തി നിലവിലെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. CAG എന്ന് പറയുന്നത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. അദ്ദേഹം 2024 നവംബറിലാണ് ചുമതലയേറ്റത്. സഞ്ജയ് മൂർത്തി, K. സഞ്ജയ് മൂർത്തി. അടുത്തത് പ്രിൻസിപ്പൽ സെക്രട്ടറി, നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ്? അത് മുൻ RBI ഗവർണർ ആയിരുന്ന വ്യക്തി ശക്തികാന്ത ദാസ് ആയിരുന്നു കേട്ടോ. മുൻ RBI ഗവർണർ ആയിരുന്ന വ്യക്തി ശക്തികാന്ത ദാസ് ആണ്. അദ്ദേഹം 2025 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായി. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യമാണ്, ഈ ക്ലാസ്സിൽ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം. നിലവിലെ RBI ഗവർണർ ആരാണ്? നിലവിലെ RBI ഗവർണർ ആരാണെന്ന് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പേരാണ്, ഒരു ഡൗട്ടും ഇല്ല, സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ നിലവിലെ RBI ഗവർണർ ആരാണെന്ന് എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഓക്കെ, അടുത്തത് ISRO ചെയർമാൻ നിലവിലെ ആരാണ്? ഡോക്ടർ V. നാരായണനാണ്. 2025 ജനുവരിയിൽ ISRO ചെയർമാനായി ചുമതലയേറ്റു. അപ്പോൾ ആരാണ് നിലവിലെ ISRO ചെയർമാൻ? ഡോക്ടർ V. നാരായണൻ. ഇപ്പോൾ നിലവിൽ ഇപ്പൊ അടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു ചോദ്യമാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സൗമൻ സെൻ ആണ് കേട്ടോ. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ ആരാണ്? നിതിൻ മധുകർ ജാംദർ വിരമിച്ചതിനെ തുടർന്ന് 2026 ജനുവരി 10 അദ്ദേഹം കേരള ഹൈക്കോടതിയുടെ 40ാമത് ചീഫ് ജസ്റ്റിസ് ആയത് കേട്ടോ. അപ്പോൾ 40ാമത് ചീഫ് ജസ്റ്റിസ് ആണ്. ജനുവരി 10 കേട്ടോ. ഇപ്പം അടുത്ത് വന്നിട്ടേ ഉള്ളൂ. ജനുവരി 10 അദ്ദേഹം അധികാരത്തിൽ വന്നത്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൗമൻ സെൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇതടുത്ത ചോദ്യം, 15ാമത്തെ ചോദ്യമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്. അപ്പൊ എന്താ പറഞ്ഞത്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്, റെയിൽവേ കമാന പാലം ഏത് നദിക്ക് മുകളിലാണ്? ഓപ്ഷൻ ബി ചെനാബ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ചെനാബ് പാലം ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച ചോദ്യമാണ്. ഡിഗ്രി പ്രിലിംസ് ഉൾപ്പെടുത്തിയ എല്ലാ പരീക്ഷകൾക്കും ചോദിച്ച ഒരു ചോദ്യമാണ് ചെനാബ് പാലം. പഠിക്കാലോ. ചെനാബ് പാലം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ് ചെനാബ് പാലം. സ്ഥാനം എവിടെയാണ്? ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ചെനാബ് നദിക്ക് കുറുകെ. ഓക്കെ, ഡിഗ്രി പ്രിലിംസ് 2025 ചോദിച്ച ചോദ്യമാണ്. ഇത് തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ചോദ്യം പേപ്പർ ചെക്ക് ചെയ്യാവുന്നതാണ്. ചോദ്യ പേപ്പറിലെ ഓപ്ഷനിലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു, റിയാസി ജില്ല എന്ന് പറയുന്നത്. ക്ലിയർ ആയാലോ? ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ചെനാബ് പാലം ഉണ്ട്, അതാണ് സ്ഥാനം. ഇനി ഉയരം, നദീതടത്തിൽ നിന്ന് 359 മീറ്റർ ഉയരം, ഇതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എത്രയാണ്? 1178 അടിയാണ് കേട്ടോ. 359 മീറ്റർ ആണ്, 1178 അടി. ഇനി നീളം എത്രയാണ്? നീളം, പാലത്തിന്റെ ആകെ നീളം 1315 മീറ്റർ അഥവാ 1.3 കിലോമീറ്റേഴ്സ് ആണ് കേട്ടോ. 1315 മീറ്റർ അഥവാ 1.3 കിലോമീറ്റേഴ്സ്. പ്രത്യേകത എന്താണ്? പാരീസിലെ ഈഫിൽ ടവറിനേക്കാൾ 35 മീറ്റർ കൂടുതൽ ഉയരമുണ്ട് ഈ പാലത്തിന്. അപ്പോൾ നമ്മുടെ ഈഫിൽ ടവർ എല്ലാവർക്കും അറിയാലേ, പാരീസിലുള്ള ഈഫിൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരം കൂടുതലുണ്ട് ഈ പാലത്തിന്. ഇനി റെയിൽവേ ലിങ്ക് ഏതാണ്? ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് ആണ് കേട്ടോ. ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് ആണ് ഈ പദ്ധതിയുടെ ഭാഗമാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ്? ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക്, ആ പദ്ധതിയുടെ ഭാഗമാണ് ഈ പറയുന്ന ചെനാബ് പാലം.
പ്രധാനമായും കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ആരാണ്? കൊങ്കൺ റെയിൽവേ ആണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. 120 വർഷം പ്രവർത്തനക്ഷമമായിരിക്കത്തക്ക രീതിയിലാണ് ചെനാബ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര വർഷമാണ്? 120 വർഷം പ്രവർത്തനക്ഷമമായിരിക്കുന്ന രീതിയിലാണ് ചെനാബ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 266 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനെ പ്രതിരോധിക്കാൻ ഇതിന് ശേഷിയുണ്ട്. അതായത് ഒരു മണിക്കൂറിൽ 266 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിക്കഴിഞ്ഞാൽ പോലും എന്ത് സംഭവിക്കില്ല? പാലത്തിന് ഒരു കുലുക്കവും സംഭവിക്കില്ല. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക, ചെനാബ് പാലം നിൽക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു പാലമാണ്. അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. 2 മലകൾക്ക് നടുവിലായിട്ട് ഒരു പുഴയുടെ മുകളിലൂടെ ഒരു ആർച്ച് പാലമാണ് ഈ പറയുന്ന ചെനാബ് പാലം കേട്ടോ. അപ്പോൾ ആ പാലം നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. ഇത്രയും വേഗത്തിൽ കാറ്റ് വീശിയാൽ ആ പാലത്തിന് എന്തെങ്കിലും സംഭവിക്കില്ല എന്ന് തോന്നുന്നു. തീർച്ചയായും ഒന്നും സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. ഒരു മണിക്കൂറിൽ 266 കിലോമീറ്റർ വേഗതയുള്ള കാറ്റിനെ പ്രതിരോധിക്കാൻ ആർക്ക് ശേഷിയുണ്ട്? ചെനാബ് പാലത്തിന് ശേഷിയുണ്ട്. അടുത്തത് പറയുന്നത് സോൺ 5 തീവ്രതയിലുള്ള സോൺ 5 തീവ്രത എന്ന് പറയുന്നത് വളരെ വലിയൊരു തീവ്രതയുള്ള ഭൂകമ്പമാണ്. ആ ഭൂകമ്പങ്ങളെ പോലും അതിജീവിക്കാൻ ഈ പാലത്തിന് കഴിയുമെന്നാണ് പറയുന്നത്. ഏകദേശം 40 ടൺ TNT വരെയുള്ള സ്ഫോടനങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ബ്ലാസ്റ്റ് പ്രൂഫ് സംവിധാനം ഇതിലുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. മൂന്നാമത്തെ ചോദ്യമാണ്, എന്താണ് TNT എന്ന് പറയുന്നത് സ്ഫോടക വസ്തുവാണ്. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യുക കേട്ടോ. TNT ഏകദേശം 40 ടൺ TNT വരെയുള്ള സ്ഫോടനങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ബ്ലാസ്റ്റ് പ്രൂഫ് സംവിധാനം ഇതിലുണ്ട്, ഈ പറയുന്ന ചെനാബ് പാലത്തിനുണ്ട്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലുള്ള ബക്കൽ കൗരി എന്നീ ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാണ്? ചെനാബ് പാലമാണ് കേട്ടോ. ബക്കൽ കൗരി എന്ന് പറയുന്ന ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? തീർച്ചയായും അത് ചെനാബ് പാലമാണ്. ഒന്നുകൂടെ ഓടിച്ചു പറയാം, ശ്രദ്ധിച്ചിരുന്നേ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ് ചെനാബ് പാലം. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ചെനാബ് നദിക്ക് കുറുകെയാണ് അതിന്റെ സ്ഥാനം. ഉയരം നദീതടത്തിൽ നിന്ന് 359 മീറ്റർ അഥവാ 1778 അടി. നീളം, പാലത്തിന്റെ ആകെ നീളം 1315 മീറ്റർ അല്ലെങ്കിൽ 1.3 കിലോമീറ്റേഴ്സ്. പ്രത്യേകത, പാരീസിലെ ഈഫിൽ ടവറിനേക്കാൾ 35 മീറ്റർ കൂടുതൽ ഉയരമാണ് ഈ പാലത്തിനുള്ളത്. ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്കിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. പ്രധാനമായും കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. 120 വർഷം പ്രവർത്തനക്ഷമമായിരിക്കത്തക്ക രീതിയിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 266 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനെ പ്രതിരോധിക്കാൻ ഇതിന് ശേഷിയുണ്ട്. സോൺ 5 തീവ്രതയുള്ള ഭൂകമ്പങ്ങളെ പോലും അതിജീവിക്കാൻ ഈ പാലത്തിന് കഴിയും. ഏകദേശം 40 ടൺ TNT വരെയുള്ള സ്ഫോടനങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ബ്ലാസ്റ്റ് പ്രൂഫ് സംവിധാനമാണ് ഇതിലുള്ളത്. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലുള്ള ബക്കൽ കൗരി എന്നീ ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ചെനാബ് പാലം. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പം ഞാൻ നിങ്ങളടുത്ത് വീണ്ടും പറയുവാണ്, 15 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ നിലവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, 15 ചോദ്യങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ പോയിന്റും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കുള്ള മാർക്കുകളാണ്. നിങ്ങൾ അതുപോലെ തന്നെ എഴുതി വെച്ചെങ്കിലും പഠിക്കാൻ. ഇനി അത് എഴുതി വെച്ചാൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾ പഠിക്കില്ല, നിങ്ങളുടെ ഗാലറിയിൽ അങ്ങനെ കിടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, എഴുതി വെക്കുക. എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയെങ്കിലും ചെയ്യും. തീർച്ചയായും എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. അത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണേ. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കാം അല്ലേ? ഏതൊക്കെ 3 ചോദ്യങ്ങൾ? 1, ദാദാ സാഹിബ് ഫാൽക്കെ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? 2, എന്തായിരുന്നു? നിലവിലെ RBI ഗവർണർ ആരാണ്? 3, എന്താണ് TNT എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? സ്ഫോടക വസ്തു, ഞാൻ പറഞ്ഞൊരു സ്ഫോടന വസ്തുവാണ്. ഈ TNT എന്ന് പറയുന്നത് എന്താണ് എന്ന് എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 3 ചോദ്യങ്ങളെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ അത്രയല്ലേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ? ഓക്കെ, യെസ്, ഇതാണ് അടുത്ത ചോദ്യം. പാർട്ട് 2 നിങ്ങൾക്ക് വേണമോ വേണ്ടയോ? ഓക്കെ, അപ്പോൾ എന്താ അടുത്ത ചോദ്യം? പാർട്ട് 2, ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് PYQ 2025-26 എന്ന് പറയുന്നതിൻ്റെ പാർട്ട് 2 നിങ്ങൾക്ക് വേണമോ വേണ്ടയോ? ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ ലൈക്ക് ചെയ്യണം. വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, ഹൈപ്പ് എന്ന ബട്ടൺ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് പാർട്ട് 2 വീഡിയോ ഉടനെ എത്തുന്നതായിരിക്കും. ഓക്കെ, ഞാൻ പിന്നെയും പറയുവാണ്, ഇപ്പോൾ അടുത്തതാ നിങ്ങൾക്ക് എക്സാം നടക്കാൻ പോവുകയാണ് അല്ലേ? എക്സൈസ് ഓഫീസർ, പോലീസ് ഓഫീസർ, എല്ലാ എക്സാമുകളും വരുന്നുണ്ട്. അതേപോലെ തന്നെ കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, സ്റ്റോർമാൻ, വെബ്കോ LDC, അങ്ങനെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഉൾപ്പെടെ ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിംസിലാണ് കേട്ടോ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ജയിലർ, എക്സൈസ് ഇൻസ്പെക്ടർ, അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ, എല്ലാം ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്ന ആദ്യത്തെ ഒരു എക്സാമാണ്. അത് കഴിഞ്ഞ ശേഷം ഈ എക്സാം എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ടാണ് ഡിഗ്രി പ്രിലിംസ് എന്ന് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ എക്സാമുകൾക്കൊക്കെ വളരെ നിർണായകമായി പോകുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് PSC ചോദിച്ച ചോദ്യങ്ങൾ തന്നെ എടുത്ത് വെച്ച് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായോ? PSC ആ ചോദ്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യം ചോദിക്കാം.
അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു ചോദ്യത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റുകൾ ഞാൻ തന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെയാണ് ഇനി അടുത്ത ചോദ്യങ്ങളായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അത് നോക്കി വെച്ച് തന്നെ പഠിക്കുക. അത് കണ്ട ഓരോ ചോദ്യങ്ങളും നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ എഴുതി വെച്ച് പഠിക്കണം കേട്ടോ. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, വലിച്ചു വാരി ഒന്നും പറഞ്ഞിട്ടില്ല. ആ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കാം, നന്നായിട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേടാ? അപ്പോൾ ഞാൻ വീണ്ടും ചോദ്യം റിപ്പീറ്റ് ചെയ്യുകയാണ്. പാർട്ട് 2 നിങ്ങൾക്ക് വേണമോ? വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, അതുപോലെ തന്നെ ഹൈപ്പ്. അവസാനമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ വെച്ചേക്കും മക്കളെ. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം, പെട്ടെന്ന് തന്നെ ജോലിയിലെത്താം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്രേ പറയാനുള്ളൂ. ദിസ് ഈസ് വില്ലൻ സൈനിങ് ഓഫ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്